ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേ അറ്റ് ഹോം പാരൻസിന് എങ്ങനെ ലൈഫ് ഇൻഷുറൻസ് പോളിസി പ്രയോജനപ്പെടും എന്നുള്ളതാണ്. സ്റ്റേ അറ്റ് ഹോം പാരൻസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന മാതാപിതാക്കൾ. നമ്മൾ ചിലപ്പോൾ പറയണ്ട് വൈഫ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഹൗസ് വൈഫാണ് എന്ന് പറയാറുണ്ട്. കാരണം വീട് പരിപാലിക്കുന്നത് നമ്മൾ അതിനെ അത്ര വില കുറച്ചാണ് പലരും കാണുന്നത്. വീട് പരിപാലിക്കുക എന്ന് പറയുന്നത് പുറത്ത് പോയി ജോലി ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കുന്നതും കുട്ടികളുടെ വളർത്തുന്നതും അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നതും വീട്ടിൽ മറ്റു മുതിർന്നവരുണ്ടെങ്കിൽ അവരെ പരിപാലിക്കുന്നതും വീടിനെ ശുചീകരിച്ച് പരിപാലിക്കുന്നത്, അങ്ങനെ ഒത്തിരി വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ആ വർക്കിന് മൂല്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്റ്റേ അറ്റ് ഹോം പാരൻസിന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്കുള്ള മൂല്യം നമ്മൾ കൊടുക്കണം. അതിനുവേണ്ടി അവർക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുക്കണം. കാരണം അവർക്കും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കുടുംബത്തിലെ ആകെ താളപ്പിഴകളാണ് പിന്നെ സംഭവിക്കുക. അല്ലെ, ഒരു കുടുംബത്തില് ആ കുടുംബത്തിനെ പരിപാലിച്ചിരുന്ന പ്രത്യേകിച്ചും ഒരു വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ അവിടെ ആകെ താളം തെറ്റും പല കാര്യങ്ങളും, അല്ലേ. അപ്പോൾ നമ്മൾ അവരുടെ ജീവന് വില കൽപ്പിക്കണം. അവർക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ പാരൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും വീട് പരിപാലിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. അതിന് അവർക്ക് ഒരു പാരിതോഷികം എന്ന രീതിയിൽ തന്നെ അവർക്ക് ലൈഫ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും ആ കുടുംബത്തിന്റെ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അത് ആവശ്യമാണ്. ഇപ്പോൾ അത്തരം ഒരു പാരന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളവിടെ പകരം ഒരു പുറത്തു നിന്നുള്ള ഒരു സർവീസ് നമുക്ക് വേണ്ടി വരും. ഭക്ഷണം പാചകം ചെയ്യാനോ കുട്ടികളെ നോക്കാനോ ഒക്കെ, അല്ലേ. ആ ഒരു ഇതിന് നമുക്ക് എക്സ്പെൻസും ഉണ്ട്. അതിന് അവർക്ക് അവരുടെ സർവീസിന് നമ്മൾ അതിന് റെമ്യൂണറേഷൻ കൊടുക്കണം. അപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേ അറ്റ് ഹോം പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു പോയാലും ആ കിട്ടുന്ന തുക ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള കുട്ടികളുടെ ചെലവുകൾക്കും വിദ്യാഭ്യാസത്തിനും അവരെ പരിപാലിക്കാൻ നിർത്തുന്നവർക്കുള്ള സാലറി ആയിട്ടുമൊക്കെ അത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ചെയ്തു വയ്ക്കണം. സാധാരണ എല്ലാവരും ഉപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് കുടുംബത്തിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ലൈഫ് ഇൻഷുറൻസ്. കാര്യം അവർക്ക് വരുമാനമില്ലെങ്കിലും അവർ ചെയ്യുന്ന പണി അതിന് മൂല്യമുള്ളത് തന്നെയാണ്. അതിനെ നമ്മൾ മാനിച്ചേ മതിയാവും. കാരണം ആ പണി അവർ വേറെ എവിടെയെങ്കിലും പോയി എടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് വലിയ തുക സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ അവരെ വില കുറച്ച് കാണുകയല്ല വേണ്ടത്. അവരെ നമ്മൾ പാരിതോഷികം എന്ന രീതിയിൽ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തു കൊടുത്ത് ആദരിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് അത് ഒരു പക്ഷേ മച്യൂരിറ്റി എമൗണ്ട് ആകുമ്പോൾ അവർക്കത് വാങ്ങാനും അവരുടേത് എന്ന് പറയാൻ ഒരു തുക അവർക്ക് കിട്ടുന്നതും അവർ കിട്ടിയാലും അവരുടെ കുടുംബത്തിന് വേണ്ടി തന്നെയല്ലേ ചിലവാക്കുക. അപ്പോൾ അവർക്ക് അവരുടെ കുട്ടികൾക്ക് കൊടുക്കാൻ, ഇപ്പം അമ്മയുടെ വക അല്ലെങ്കിൽ അച്ഛൻ്റെ വക എന്ന് പറഞ്ഞൊന്ന് കൊടുക്കാൻ ഒരു തുക അവിടെ കിട്ടുക എന്ന് പറയുന്നത് അത് അവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് ബഹുമാനം കിട്ടുന്ന കാര്യമാണ്. അത് അവർ കൊടുക്കുമ്പോൾ ആ കുടുംബത്തിൽ കുട്ടികൾക്ക് ഒരു ബഹുമാനമാണ്. അച്ഛൻ തന്നത് അമ്മ തന്നതെന്ന് പറയുന്നത്, അല്ലേ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ പേരിൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. മെച്യൂരിറ്റി എമൗണ്ട് മേടിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ഇനി അഥവാ അതിന് മുന്നേ അവർ ലോകം വിട്ടു പോയാൽ പോലും ആ തുക ആ കുടുംബത്തിലേക്ക് കുട്ടികളുടെ വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതുവരെ അങ്ങനെ കുടുംബത്തിലുള്ളവരെ മാനിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മൂല്യം കൽപ്പിക്കാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ കുടുംബത്തിലെ വീട്ടിലെ കാര്യങ്ങൾ പരിപാലിച്ച് നോക്കുന്ന പാരൻസിനെയും അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നേഴ്സിനെയൊക്കെ ബഹുമാനിക്കുക. അവർക്ക് വേണ്ടി ഒരു പാരിതോഷികം എന്ന രീതിയിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.